കാര്യത്തിൽ നിലപാട് സാറിൻ്റെതായ നിലപാട് പറയുന്ന ആളാണ്. ഇപ്പൊ ഇന്നലെ അദ്ദേഹത്തിന് ഉണ്ണിമുന്നേന് ഇതിനൊരു പരാതി വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലുള്ള കമന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാറിന്റെ നിലപാട് എന്താണ് ഇതിനെ കുറിച്ചിട്ട്? ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ തമ്മിൽ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജറൊക്കെ. അന്നേരം ഈ ഉണ്ണിമുകുന്ദനെ അറിയ പോലും ഇല്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ അത് നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും ഉണ്ണിമുകുന്ദൻ മേജർ വ്യൂ എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്യുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പം അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ നമ്മൾ ആദ്യം എന്താ പറയുക? ഒരു തള്ളയായിട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണതെന്നുള്ളത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെയും കുറ്റപ്പെടും. അതിന്റെ കാരണം എന്താണ്? അത് ഭർത്താവിന്റെ അനിയനാണ്, ഇങ്ങനെയെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമുകുന്ദന്റെ വെയിറ്റ് ചെയ്യും. കറക്റ്റ്. ഭയങ്കര ടെക്നിക്കാണ് കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. അത് സംഭവം ഉണ്ണിയെടുത്ത് അത് പഠിക്കണം. കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. കണ്ണാടി ഊരാൻ പറഞ്ഞു. അതായത് അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല. പെട്ടെന്നുള്ള പ്രോഗ്രാമത്തിൽ അതായത് കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷെ അദ്ദേഹത്തെ ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സിറ്റികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയാക്കിയത് ഉണ്ണിമുകുന്ദനാണെന്നും പറയുന്നു. അല്ല, പക്ഷെ ഇതിൽ 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാനില്ല. ഇന്നലെ ക്യാമറയുടെ മുന്നിൽ വിപിന് കുറെ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ദേഹോപദ്രവം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇന്ന് ഉണ്ണിമുകുന്ദൻ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ജെന്യൂനിറ്റി വേണ്ട. ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു പബ്ലിക് ഫിഗറാണ്. ഞാൻ ഇന്ന് കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചാലാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ അവൾ വിളിച്ചിട്ടില്ല. ഉണ്ണിമുകുന്ദൻ കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. നീ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷൻ 90 കഴിഞ്ഞപ്പോ. ഞാനത് ഇട്ട് വരുമ്പോ പറയാം, നീ അതൊന്ന് പൊട്ടിക്കല്ലേ. അതല്ല, ആ കണ്ണാടിയോടുള്ള വിദ്വേഷം കൊണ്ടാണെന്നോ? വിപിൻ അടിച്ചത് കറക്റ്റ്. ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ വിപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാറിപ്പോ ചിരിച്ചുകൊണ്ട് നീ ഇപ്പം ഫേസ്ബുക്കിൽ ഇരുന്നിട്ട് എന്നെ കുറെ വിളിക്കും, എന്നെ കുറെ ആൾക്കാർ വിളിക്കും. ഇവരൊന്നും ഫേസ് എനിക്ക് കാണില്ല, പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെളിവിച്ച് ഞാൻ ഇടിക്കും. അത് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് ആരും നേരിട്ട് ഒന്നും വിൽക്കൂല. അതുപോലെ ഉണ്ണിമുകുന്ദനെ ഇപ്പൊ തെറി വിളിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന്. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല. കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ എന്തെങ്കിലും ശരി കോടതിയിലത് നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പൊ അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, നമ്മളത് വിശ്വസിച്ചിരുന്നു. നിലപാട് ഇത്രയേ ഉള്ളൂ. ഉണ്ണി എന്ന് പറഞ്ഞു അതൊക്കെ. ഈ വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. ആ അടിച്ചു നീ എനിക്കിട്ടേ അങ്ങനെ ബിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഞാൻ പറയാഞ്ഞത്. ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരും.
കറക്റ്റ്. പക്ഷെ അത് പിന്നെ കോടതി തെളിയിച്ചു, വക്കീൽമാരുണ്ട് അവിടെ, എല്ലാം തെളിയിക്കും. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഞാൻ പണ്ട് പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരു അടി നടന്നിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു. പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു. കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എഴുതാൻ ഇരുന്നിരുന്ന ആൾ ഒരു സർദാർ ഓഫീസറായിരുന്നു. ഒരു പേപ്പർ എടുത്ത് തന്നു, രാത്രിയായിരുന്നു. അതിൽ നിന്റെ എവിടെയൊക്കെ. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ മുഴുവൻ ചതവ്, ഇടി, കുത്ത്, മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത്. എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതോടെ കേസ് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ മാറ്റി. എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു കലാകാരൻ എന്ന നിലയിലല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബാധ്യത സാറിനെ എപ്പോഴും പിടിച്ചു നിർത്താറുണ്ടോ? ഇപ്പൊ ഒരു ഉണ്ണിമുന്തന്റെ കേസ് പറയുമ്പോൾ ഉണ്ണിമുന്തൻ ഒരു സംഖ്യയാണ്, അല്ലെങ്കിൽ ഉണ്ണിമുന്തൻ ഒരു BJP കാരനാണെന്നുള്ള ഒരിക്കലുമില്ല. ഇത് ഷൈനാണെങ്കിൽ നമ്മൾ അറിയാത്തൊരു കാര്യം. കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, എന്തുകൊണ്ട് ഉണ്ണി അത് ചെയ്തു. അപ്പം ഇത് നമ്മൾ അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അമ്മയുടെ കാര്യത്തിൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ DYSP ആണ് വിളിച്ച് സംസാരിച്ചു, പുത്തൻകുരിശ്. ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചാണ്, ഒരു ബൈക്കോടെ കിടക്കേണ്ടത് കൂടെ, സാറേ എന്നാൽ രാത്രി മുഴുവൻ ഉറക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വാട്ട്, എന്തൊരു അമ്മയുടെ ഒന്നും ചോദിച്ചു. ഇതാണ് ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക, ഒരു പെറ്റമ്മയല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് പിന്നലെ ഒരു സാധനം വന്നിരിക്കണം, കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറെ തോക്കും സാധനങ്ങളെല്ലാം കിട്ടിയതാണ്. ആ പോലീസുകാരൻ്റെ തോളത്തിരിക്കുന്ന പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവൻ്റെ സ്റ്റാർ. ഇത് നമ്മൾ നോക്കുന്നില്ല, അങ്ങനെ വിട്ടു, നമ്മളങ്ങനെ ഫോർവേഡ് ചെയ്യാം. സോ ആദ്യമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്തില്ല. ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യാൻ. നീ ഇങ്ങനൊരു കാര്യം മാർക്ക് പോലത്തെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം ഹിറ്റായതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഫിലിം വരുന്നില്ല എന്ന് കൂടി അതിന്റെ ഫ്രസ്ട്രേഷനും കൂടി ഉണ്ടെന്ന് അറിയണ്ട. അതിൽ എത്രത്തോളം ഇത് ഓരോ ഇൻഡിവിജ്വലിന്റെ കാൽക്കുലേഷൻസ് ആണ്. ഞാനൊരു സിനിമ ചെയ്തു, ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഈ വിപിനടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. അത് നിങ്ങൾ കേട്ടാണ്. അപ്പം ചിലപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാലും അതിനെ മറക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാക്കണം. ഓക്കെടാ, ഞാൻ ഇനിയും തിരിച്ചു വരും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണിക്ക് ഇതിൻ്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ്, നിങ്ങളുടെ ഇമ്മച്യൂരിറ്റി, ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ്ക് ദാറ്റ് നോ ദിസ് നോട്ട് നത്തിങ്. അതിപ്പം വിപിൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട്. ഉണ്ണി എന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഉണ്ണിയുടെ ആണ് വിടുപ്പം. 2 ദിവസം കഴിയട്ടെ, നിങ്ങൾ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുക്കുക, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം. എന്താ പറഞ്ഞ ഉണ്ണിയല്ലേ ഇല്ല, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ആ കേസ് പോലും ഇല്ലല്ലോ. ഉണ്ണിയുടെ വുമൻ സംതിങ് അല്ലേ, ഏതോ റൈറ്ററിൻ്റെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു. പക്ഷെ അവന്റെ പേരിനൊരു സുഖമല്ലേ വായിക്കാൻ, പറയാം ഉണ്ണി. അപ്പൊ ഉണ്ണിയായിട്ടുണ്ട് വിളിച്ചു ആ കുട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ കാണുന്ന കാരണം ടോവിനോനെ വിളിച്ചിട്ടുമില്ല. കാരണം പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല. എൻ്റെ ഡ്രൈവറും പറഞ്ഞ് സാറേ ഇന്ന് പടത്തിന് പോകണമെന്നാണ്. അപ്പം ഇന്ന് തന്നെ പടം കാണുമായിരിക്കും. പടത്തിന് എനിക്ക് പലയിടത്തും റിപ്പോർട്ട് വന്നതും വെരി ഗുഡ് ഫിലിം എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോഴാണ് സുഖം. ആരുടെങ്കിലും പടം ആയിക്കോട്ടെ, ഓടട്ടെ. എത്ര ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സംസാരമില്ല. എന്റെ പടത്തിൽ ഉണ്ണിയും വിപിനും ഉണ്ണിയും വിപിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തെളിവ് സഹിതത്തോടുകൂടി വരും. നമ്മളിപ്പോ തെളിവ് സഹിതത്തെ കുറിച്ച് ഓക്കെ, ഇപ്പൊ തെളിവ് സഹിതത്തെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കാം. വളരെ ലിമിറ്റഡ് സമയമേ ഉള്ളൂ.
അപ്പോൾ ഒരു ചെറിയ സിനിമയാണ്, നിങ്ങൾ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.